ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്കിന്ന് ക്ലാസ് 8ന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ 8.2 ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 1, 4, 7p. പ്രോഡക്റ്റ് കാണാൻ പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ആ 4 × 7b നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ആദ്യം നമ്മൾ നമ്പർ ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞാണ് വേരിയബിൾ ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 7b എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? 7p എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 × p ആണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. 4 × മൾട്ടിപ്ലൈ ചെയ്യുക, 4 × 7 × p. എത്ര കിട്ടും നമുക്ക്? ഇത് രണ്ടും കൂടെ നമ്പർ ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 4 എന്ന് പറഞ്ഞാൽ 28 × p. അപ്പൊ എത്രയാണ്? 28p. ആൻസർ കിട്ടും. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താണ്? -4p × 7p അല്ലെ. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? -4p യും 7p യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? -4 × p × 7 × p അല്ലെ. ഇനി നമുക്ക് എഴുതാം. അപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം നമ്പർ ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. -4 × 7 മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ, അതായത് മൈനസ് ഇൻറ്റു ഇതറിഞ്ഞിരിക്കണം, ഐഡന്റിറ്റി അറിഞ്ഞിരിക്കണം. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ആയിരിക്കും. മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. പ്ലസ് ഇൻറ്റു പ്ലസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഇത് ഇത്രയും നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ സൈൻ മാറിക്കഴിഞ്ഞാൽ മാർക്ക് പോകും കേട്ടോ. അപ്പൊ മൈനസ് ഇൻറ്റു, ഇവിടെ ഒന്നുമില്ലെങ്കിൽ എന്താ നമ്മൾ എടുക്കേണ്ടത്? പോസിറ്റീവ് ആയിട്ട് എടുക്കും അല്ലെ. അപ്പൊ -4 × 7. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ ന്യൂമറിക്കൽ ടേംസ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 28 കിട്ടും അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് അതിന്റെ സൈൻ എന്ന് നോക്കുക. ഇവിടെ മൈനസ് സൈൻ ആണ്, ഇവിടെ പോസിറ്റീവ് സൈൻ ആണ് അല്ലെ, പ്ലസ് സൈൻ ആണ്. അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ്. അപ്പൊ നമുക്കിവിടെ മൈനസ് ഇടാം. ഇൻറ്റു തീർന്നില്ല. ഇനി വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്യണം. വേരിയബിൾസ് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇവിടെ ഒരു p ഉണ്ട്, ഇവിടെ ഒരു p ഉണ്ട്. p × p എന്ന് പറഞ്ഞാൽ എന്താണ്? p 2 പ്രാവശ്യം എഴുതുന്നതിനെയാണ് p × p എന്ന് പറയുന്നത്. അപ്പൊ p × p എന്ന് പറയുന്നത് നമുക്ക് p² എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? -28 p². ഓക്കെ ആയല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. -4p 7pq അല്ലെ. നമുക്ക് എങ്ങനെ എഴുതാം? -4 × p ആണ് -4p എന്ന് പറയുന്നത്, ഇൻറ്റു 7pq. 7 × p × q ആണല്ലോ 7pq എന്ന് പറയുന്നത്. നമുക്കിനി ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നേരത്തെ പോലെ തന്നെ നമ്മൾ നമ്പർ ടൈംസ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ടൈംസ് എന്താണ്? 7 × 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 28 അല്ലെ. 28. പിന്നെ നമ്മൾ എന്താ അടുത്തത് നോക്കേണ്ടത്? ഇവരുടെയൊക്കെ സൈൻ എന്താണ്? ഇവിടെ നെഗറ്റീവ് സൈൻ ആണ്, ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്. നെഗറ്റീവ് ഇൻറ്റു, അതായത് പ്ലസ് ഇൻറ്റു മൈനസ് എന്താ നമുക്ക് കിട്ടുന്നത്? മൈനസ് അല്ലെ. അത് കണക്ക് തന്നെ p × p. ഇനി എന്താണ്? വേരിയബിൾ ടൈം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. p × p എന്ന് പറയുന്നത് p². പിന്നെന്താണ്? ഒരു q ഉണ്ട് അല്ലെ, ആ q അതുപോലെ തന്നെ എഴുതുക. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? -28 p²q. ക്ലിയർ ആണല്ലോ അല്ലെ. ഫോർത്ത് ക്വസ്റ്റ്യൻ 4p³ -3p എന്നാണ്. ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 4p³ നമുക്ക് എങ്ങനെ എഴുതാം? 4p × p അല്ലെ. p 3 ടൈംസ് എഴുതുന്നതിനാണ് നമുക്ക് p³ എന്ന് പറയുന്നത്. അതായത് 4p³ - 3 × p. 3p നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്?
ആദ്യമേ നമുക്ക് എന്താണ് ആദ്യമേ നമുക്ക് അത് 4p ക്ക് ഒന്ന് 4 ഇൻറ്റു പി ഇൻറ്റു പി ഇൻറ്റു പി ഇൻറ്റു -3p എന്നാണ് ഇൻറ്റു -3 ഇൻറ്റു പി അല്ലേ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 4p³ അതായത് 4നെയും -3യെയും തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? 4ന്റെയും 3യെയും മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 12. ഇനി ഇതിന്റെ സൈൻ എത്രയാണ്? പോസിറ്റീവ് ആണ്, ഇതിന്റെ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് ഇൻറ്റു മൈനസ്, എന്താണ് മൈനസ് അല്ലെ? ഇൻറ്റു പി ഇൻറ്റു പി ഇൻറ്റു പി, എന്താണ് കിട്ടുന്നത്? p³. പിന്നെ ഇവിടെ ഒരു പിയും കൂടെ ഉണ്ട്, ഇൻറ്റു പി. അപ്പൊ പി എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4. അപ്പൊ p⁴. അപ്പൊ p⁴ -12 p⁴. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4p0. നമുക്കറിയാം ഏതിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടുന്നത്? 0 തന്നെ. അപ്പൊ 4pയെ നമുക്ക് 4 ഇൻറ്റു പി എന്ന് എഴുതാം, ഇൻറ്റു 0 ഈക്വൽ ടു എന്താണ്? 0 തന്നെ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അതിന് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ടോൾ കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.